ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ അങ്ങനെ മറ്റൊരു ക്രിസ്മസ് കൂടി ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെയും 1000 ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്ന് ഒരു ചെറിയ ക്രിസ്മസ് റിലേറ്റഡ് വ്ളോഗാണ്. ഒരു ചെറിയ ഫ്രൂട്ട് കേക്കിൻ്റെയും അതുപോലെ ഒരു യമ്മിയസ്റ്റ് ഐസ്ക്രീമിൻ്റെയും റെസിപ്പിയാണ് ഞാനിന്ന് ഈ വ്ളോഗിൽ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ 2 ചെറിയ ക്രിസ്മസ് ഡെക്കറേറ്റിംഗ് ഐഡിയ കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെ ഒരു ചെറിയ മിനി പേപ്പർ സാൻഡേ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ റെഡ് കളർ ഗ്ലിറ്റർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ചെറിയ സാന്റാക്ലോസിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 പീസ് റെഡ് കളർ പേപ്പർ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു സൈഡ് മാത്രം കളർ വരുന്ന ടൈപ്പ് കളർ പേപ്പർ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് വൈറ്റ് കളർ ആയിരിക്കണം, ഒരു സൈഡ് റെഡ് കളർ ആയിരിക്കണം. അപ്പോൾ 2 സ്ക്വയേഴ്സ് ഞാനതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം കുറച്ച് വലിയൊരു സ്ക്വയറും ഒരെണ്ണം അതിനേക്കാൾ കുറച്ച് ചെറിയൊരു സ്ക്വയറും. അപ്പോൾ ആദ്യത്തെ സ്ക്വയറിൻ്റെ 2 സൈഡും ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പേപ്പേഴ്സ് ഫോൾഡ് ചെയ്തിട്ട് ഒരു മിനി പേപ്പർ സാൻഡേനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ മിനി പേപ്പർ സാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പർ അവിടെ വിശ്രമിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു ഐസ്ക്രീം റെസിപ്പി നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കോക്കനട്ട് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കോക്കനട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 500 ml വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്ത ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പ് ചോപ്പ് ചെയ്ത കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ഏകദേശം 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചേർത്ത് കൊടുക്കാം.
ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോക്കനട്ട് എസൻസ് ആണ്. ഇത് നമ്മൾ ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോക്കനട്ട് എസൻസും അതുപോലെ തന്നെ കാഷ്യൂവും ഡെസിക്കേറ്റഡ് കോക്കനട്ടും എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ അഡ്ജസ്റ്റ് ചെയ്യാം. ഏകദേശം ഒരു 1/2 ടിന്ന് മുതൽ 3/4 ടിന്ന് വരെ എന്തായാലും നമുക്ക് ഐസ്ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നാലാണ് ഒരു പാകത്തിനുള്ളൊരു മധുരം എന്തായാലും അതിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഫ്രൂട്ട്സാണ്. കാഷ്യൂ നട്ട്സ്, ബദാം, അതുപോലെ തന്നെ ബ്ലാക്ക് റെസിൻ, അതുപോലെ കുറച്ച് ഡേറ്റ്സ് ഉണ്ട്, ചെറി ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാൻ, അതായത് പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം രാത്രി തന്നെ സോക്ക് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം 1 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-15 ചെറി എടുത്തിട്ടുണ്ട്. അതുപോലെ 8-10ഓളം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. വലിയ ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 1/4 കപ്പ് വീതം കാഷ്യൂ നട്ട്സ്, ബദാം, അതുപോലെ തന്നെ മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ടുണ്ടല്ലോ. ഇനി നമുക്കതൊരു നല്ലൊരു കണ്ടെയ്നറിലാക്കി അടച്ചു വെച്ച് ഫ്രീസറിലേക്ക് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ തൈരിൻ്റെ ഒക്കെ ഒരു 1 kg വരുന്ന ഒരു ബോട്ടിൽ കിട്ടുമല്ലോ, ആ ബോട്ടിലാണ് ഞാനിപ്പോൾ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ അതിലെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ട് വേണം ഫ്രീസറിലേക്ക് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ക്ലിങ് ഫിലിം ഇതുപോലെ ജസ്റ്റ് നമ്മുടെ ബാറ്ററിലൊന്നും ഇങ്ങനെ ടച്ച് ചെയ്യിപ്പിച്ച് വെക്കണം. എന്നാലാണ് നല്ല എയർ ബബിൾസ് ഒന്നും കിടക്കാതെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഐസ്ക്രീം കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ സെറ്റായിട്ട് വരുന്ന സമയം കൊണ്ട് വുളൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സാന്റാക്ലോസിനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കളറ് വുളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റും അതുപോലെ തന്നെ ബ്രൈറ്റ് റെഡും. പിന്നെ ഇതുപോലൊരു സർക്കിൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇത് എൻ്റെ കയ്യിലുണ്ടാകുന്ന ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സർക്കിളാണിത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീതി കൂടിയിട്ടുള്ള ഒരു വള, നല്ലൊരു ചെറിയൊരു വള നോക്കിയെടുക്കാം. അതല്ല ഇനി നമുക്ക് നമ്മുടെ സെല്ലോ ടേപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റൗണ്ട് ഇല്ലേ, അത് വേണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് ടിഷ്യൂൻ്റെ ഉള്ളിൽ വരുന്ന കാർഡ്ബോർഡിൻ്റെ ചെറിയൊരു റോളുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഈ റൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ റെഡ് കളറ് ത്രെഡ് ഇതുപോലെ കുറച്ച് നീളത്തിൽ ഈക്വൽ സൈസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇത് എങ്ങനെയാണ് ഇതിലേക്ക് ചേർത്ത് കെട്ടി കൊടുക്കുന്നത്, എങ്ങനെയാണ് സാന്റാക്ലോസിനെ ഈ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ കാണാം അല്ലേ.
അപ്പോൾ ഈ ക്യൂട്ട് ലിറ്റിൽ സാൻറ്റേനെ എന്തായാലും ഇത്തവണത്തെ ക്രിസ്മസിന് ഉണ്ടാക്കിയിട്ട് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് തൂക്കിയിടാനായിട്ട് മറക്കരുത്. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ സാൻറ്റേനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞില്ല. അപ്പം നമുക്കിനി ഫ്രൂട്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഫ്രൂട്ട് കേക്കിനുള്ള ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തലേ ദിവസം രാത്രി തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് മൈദപ്പൊടി ആവശ്യമാണ്. ഇതിലേക്ക് നമുക്കിനി സ്പൈസ് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്, അത് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ നമ്മുടെ കറുകപ്പട്ട പൊടിച്ചത്, അതായത് സിനമൺ പൗഡർ, അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നട്ട്മഗിൻ്റെ പൗഡറാണ്, അതായത് നമ്മുടെ ജാതിപത്രയുടെ ഉള്ളിലുള്ള ചെറിയ ആ കായ, അത് ഗ്രേറ്റ് ചെയ്തതാണ്, അതും ഒരു 1/2 ടീസ്പൂൺ. അതൊന്നും ഒരിക്കലും കൂടരുത് കേട്ടോ, വളരെ ചെറിയ അളവിലാണ് ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സോൾട്ട് ഒരു 1/4 ടീസ്പൂൺ, അത് നമ്മുടെ ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നന്നായിട്ട് 1-2 വട്ടം നന്നായി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഓവനിലൊന്നല്ല, കടായിലാണ്. അതുപോലെ തന്നെ ബീറ്ററൊന്നും ആവശ്യമില്ലാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫ്രൂട്ട് കേക്കാണിത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഗ്രാമ്പൂ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് പഞ്ചസാരയുടെ കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര 2-3 ഗ്രാമ്പൂ ചേർത്ത് പൊടിച്ചെടുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാരമൽ റെഡിയാക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആവണ്ട, ഡാർക്ക് ബ്രൗൺ ആയ ഒരു ചെറിയ കൈപ്രസം വരുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനുള്ള ഒരു കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1/4 കപ്പ് പ്ലസ് ഒരു 3 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിളച്ച വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കയ്യിലേക്ക് ആവിയൊന്നും എടുക്കാതെ ശ്രദ്ധിക്കണം. രണ്ടും നല്ല ചൂടുള്ള സാധനങ്ങളാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പ്ലസ് ഒരു 1/4 കപ്പും. അപ്പോൾ ചെറുതായിട്ട് പഞ്ചസാര ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് വരും, അത് കുഴപ്പമില്ല. ആ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ അതിൽ തന്നെ അത് അലിഞ്ഞ് ചേർന്നോളും. അപ്പോൾ കേക്കിനുള്ള മിക്സിങ് തുടങ്ങാമല്ലോ ഇനി. അപ്പോൾ ഇത് 3 മുട്ടയും അതുപോലെ തന്നെ ഒരു 150 ഗ്രാം ബട്ടറും അതുപോലെ നമ്മൾ ഗ്രാമ്പു ചേർത്തിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓണാക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയും അതുപോലെ തന്നെ ബട്ടറും ഇത് രണ്ടും റൂം ടെമ്പറേച്ചറിലായിരിക്കാനായിട്ട് സൂക്ഷിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തിട്ട് മുട്ട ഉപയോഗിക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ സോക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അത് ഏകദേശം ഒരു 1 മണിക്കൂർ ഇരുന്നാലും ഓക്കെയാണ്. പക്ഷേ തലേ ദിവസം രാത്രിക്ക് വയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു അടിപൊളിയായിട്ട് കിട്ടുക. അപ്പോൾ അതിൽ ജ്യൂസ് ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഫ്രൂട്ട്സ് മാത്രമാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കാരമൽ ഉണ്ടല്ലോ, ആ കാരമലും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ വെറ്റ് ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർക്കുക. ഇതുപോലെ ഒരു ഹാൻഡ് വിസ്കോ അതല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, ഓറഞ്ച് ജസ്റ്റാണ്. അതായത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ചിരണ്ടിയത്, അത് ഏകദേശം ഒരു 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ പിഴിഞ്ഞെടുക്കുന്നതിന് മുന്നേ തന്നെ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചിരണ്ടിയെടുക്കുക. അപ്പോൾ അതിൻ്റെ വൈറ്റ് പാർട്ട് ചിരണ്ടിയെടുക്കരുത്, അതിന് മുകളിലുള്ള ഓറഞ്ച് കളറുള്ള ഭാഗം മാത്രം കുറച്ചൊന്ന് ചിരണ്ടിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ടീനൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ സ്പ്രെഡ് ചെയ്ത് ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് നിൽക്കുമ്പോഴും ആദ്യം തന്നെ കേക്ക് ടീനെ റെഡിയാക്കി വയ്ക്കുക. അപ്പോഴാണ് നമുക്ക് വേഗം തന്നെ ബേക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട്. അപ്പോൾ ഞാൻ കടായി ഓൾറെഡി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാഷ്യും അതുപോലെ തന്നെ ചെറിയൊക്കെ വെച്ച് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തൊക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കടായിൽ തന്നെ ചെയ്യണമെന്നില്ല, ഓവനില്ലാത്തവർക്ക് കടായിൽ ചെയ്യാം, ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ചെയ്യാം. എങ്ങനെ ചെയ്താലും കേക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോ ഓവൻ നോ ബീറ്റർ പ്ലം കേക്കാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് കടായിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. നല്ല പോലെ വെന്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ നല്ല കണ്ടില്ലേ, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത്തവണത്തെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തന്ന 2-3 ചെറിയ ക്രാഫ്റ്റ് ഐഡിയാസ് കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ പ്ലം കേക്ക് കോക്കനട്ട് ഐസ്ക്രീം ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. കോക്കനട്ട് ഐസ്ക്രീമിൻ്റെ കൂടെ ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ കഴിച്ച് നോക്കാത്തവർ ഇങ്ങനെ ഒരു കോംബോ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പ്ലം കേക്ക് ഇതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കോംബോ ആണിത്. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജിൻ്റെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും 1000 ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ ടു. So see you soon with another beautiful video. Until then, take care. Bye bye. Assalamu alaikum. Thank you.